السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد، أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا. أنا സഹോദരന്മാരെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ മാഹിറുൽ മഅഖിലിയായിരുന്നു ഖുതുബ ഓതിയിരുന്നത്. അദ്ദേഹം ചർച്ച ചെയ്തതായ വിഷയം നാം ഓരോരുത്തരെയും ബാധിക്കുന്നതായ പ്രധാനപ്പെട്ട വിഷയമാണ്. അഥവാ നമ്മുടെ ശരീരത്തെ നാം നരകത്തിൽ നിന്നിട്ട് മോചിപ്പിക്കുന്നത് പോലെ നമ്മുടെ കുടുംബത്തെയും സന്താനങ്ങളെയും നരകത്തിൽ നിന്നിട്ട് മോചിപ്പിക്കണമെന്ന അല്ലാഹുവിൻ്റെ കൽപ്പന മുൻനിർത്തിയും കൊണ്ടായിരുന്നു അദ്ദേഹം സംസാരിക്കാൻ ആരംഭിച്ചത്. മനുഷ്യന്മാരിൽ നിന്നിട്ട് പലരും പല രൂപത്തിലാണ്. ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ അവൻ ചെയ്യുന്നതായ അമൽ, അവൻ ചിലപ്പോൾ ചെയ്യുന്നതായ അമൽ അവനെ മാത്രം ബാധിക്കുന്നതും അവനിൽ നിന്നിട്ട് മറ്റുള്ളവരിലേക്ക് വിട്ടുകടക്കാത്തതുമായിരിക്കാം. മറ്റു ചിലർ അമൽ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമൽ അദ്ദേഹത്തിന് മാത്രം പ്രത്യേകത ലഭിക്കുന്നതല്ല, മറിച്ച് മറ്റുള്ളവരിലേക്ക് വിട്ടുകടക്കുന്നതും അവസാനം അവന് മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം, അവൻ ചെയ്തതായ അമലിൻ്റെ പ്രതിഫലം അതിലൂടെ അവന് ലഭിച്ചുകൊണ്ടേ ഇരിക്കുന്നതുമാണ്. അങ്ങനെയുള്ളതായ അമാൽ സാലിഹാത്ത് വർദ്ധിപ്പിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ അതിന് പ്രാധാന്യം നൽകുന്ന ഭാഗമാണ്. അത് യഥാർത്ഥത്തിൽ ഇന്ന് മക്ക ഇമാം ഉണർത്തിയതായ വിഷയം. നമ്മുടെ സന്താനം നന്നാവുക എന്നത് അത് നമുക്ക് പരലോകത്തിലും ഇഹലോകത്തിലും അതുകൊണ്ട് പ്രയോജനവും പ്രതിഫലവും ലഭിക്കുന്നതും നമുക്ക് അനുഭവിക്കുവാനും ആസ്വദിക്കാനും സാധിക്കുന്നതാണ്. അതെ, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആഥാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ എന്ന ഖുർആനിൻ്റെ വചനം അതിന് തെളിവാണ്. നാം മരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രവർത്തനം കുറിച്ചതായ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു, ആ പ്രവർത്തനത്തിൻ്റെ ആധാറുകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ആധാറുകൾ, അതിൻ്റെ ഫലങ്ങൾ നമുക്ക് നമ്മുടെ ഖബറിലും നമ്മുടെ ബർസഖി ജീവിതത്തിലും നമ്മുടെ പരലോകത്തിലും അതുകൊണ്ട് നമുക്ക് ആസ്വദിക്കാനും അതുകൊണ്ട് നമുക്ക് ഫലപ്പെടുന്നതും ആണ്. അതെ, അതിൽപ്പെട്ടതാണ് നമ്മുടെ സന്താനങ്ങൾ സാലിഹായ സന്താനമാവുക എന്നത്. എന്ന് മാത്രമല്ല, അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് സാലിഹായ സന്താനം. ഒരു മനുഷ്യൻ ഇവിടെ നിന്ന് ഭൂമിയോട് വിടവാങ്ങുന്ന സന്ദർഭത്തിൽ സന്താനങ്ങളെ നന്നാക്കിയെടുത്ത് അവരെ ശരിക്ക് ശിക്ഷണം നൽകി അവർക്ക് നൽകേണ്ടതായ നിർദ്ദേശ ഉപദേശങ്ങൾ നൽകിയിട്ടാണ് പോകുന്നതെങ്കിൽ ആ സന്താനങ്ങളിലൂടെ അവന് പരലോകത്തിൽ പ്രതിഫലം ലഭിക്കുന്നതും അവന് അതിൻ്റെ പ്രതിഫലം ഖബറിൽ ലഭിക്കുന്നതും എല്ലായിടങ്ങളിലും അവൻ്റെ ജീവിതം നല്ല രൂപത്തിൽ ആക്കി മാറ്റാനും വിജയത്തിൽ നിന്നിട്ട് വിജയത്തിലേക്ക് എത്തുവാനും അറിയാത്ത രൂപത്തിൽ അവൻ്റെ ഹസനാത്തുകളും സൽക്കർമ്മങ്ങളും വർദ്ധിക്കാനും അത് കാരണമായി തീരും. ഇദാ മാതൽ ഇൻസാൻ, മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇൻഖത അമലുഹു, അവൻ്റെ എല്ലാ അമലുകളും അവൻ മരണപ്പെടലോടുകൂടി മുറിയുന്നു, അത് കട്ടാകുന്നു. അതിൽ നിന്നിട്ട് ഒരു ഫലവും ലഭിക്കുന്നതല്ല. സർവ്വ അമലുകളും അവൻ ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ ചെയ്തതാണ് അവന് ലഭിക്കുക. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്നിട്ട് അമലുകളുടെ കൂട്ടത്തിൽ നിന്നിട്ട് ഇല്ലാ മിൻ സലാസ്, 3 അമലുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കിയിട്ടുണ്ട്. ആ അമലുകൾ അവൻ മരണപ്പെട്ടതിന്റെ ശേഷവും ഫലം കിട്ടുന്നതായ അമലുകളാണ്, ഫലം ലഭിക്കുന്നതായ അമലുകളാണ്. അതിൽ പെട്ടതാണ് നാം ചർച്ച ചെയ്തു വരുന്നതായ സന്താനം നന്നാവുക എന്നത്, കുട്ടികളെ നന്നാക്കി എടുക്കുക എന്നത്. ഔ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, നല്ല സന്താനത്തെ അവൻ വാർത്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ സന്താനങ്ങളിലൂടെ അവൻ പ്രാർത്ഥിക്കലിലൂടെ, അവൻ പ്രവർത്തിക്കലിലൂടെ, അവൻ അമൽ ചെയ്യലിലൂടെ, അവന്റെ ജീവിതത്തിലൂടെ ചെയ്യുന്ന സർവ്വ ഹസനാത്തിന്റെ പ്രതിഫലം ആ വാപ്പാക്ക് ലഭിച്ചുകൊണ്ടേ ഇരിക്കും എന്നർത്ഥത്തിലേക്ക്. അതെ, അതുകൊണ്ട് തന്നെ നമ്മുടെ സന്താനം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നത് ദുനിയാവിനുള്ള ഒരു സീനത്താണ്. അതിലൂടെ നമുക്ക് സമാധാനിക്കുവാനും അതിലൂടെ നമുക്ക് സന്തോഷിക്കുവാനും സാധിക്കുന്നു. നമ്മുടെ മക്കളിലൂടെ, നമ്മുടെ
കുട്ടികളിലൂടെ എന്നതോടൊപ്പം ആ കുട്ടികൾ ദുനിയാവിൽ നമ്മുടെ ജീവിതത്തിൽ ബഹജത്തും നല്ല രൂപത്തിലുള്ളതായ ജീവിതമാക്കി മാറ്റാൻ അവര് നമ്മെ സഹായിക്കുന്നതുമാണ് എന്നതിന് പുറമെ അവര് സാലിഹായ കുട്ടിയായി വളരുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അതിലൂടെ നമുക്ക് നമ്മുടെ പരലോകമോക്ഷത്തിനും കാരണമായി തീരുന്നു എന്നതാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ സ്റ്റാൻഡേർഡ് ഉയരാനും നമ്മുടെ പദവി ഉയരാനും കാരണമായി തീരുന്നു. അതെ, അതുകൊണ്ട് തന്നെ നാം ഇവിടെ ജീവിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ സന്താനങ്ങളുടെ ഭക്ഷണവും നമ്മുടെ സന്താനങ്ങളുടെയും നമ്മുടെ അഹ്ലി എന്ന പദത്തിന്റെ അകത്ത് ഉൾക്കൊള്ളുന്ന ഭാര്യയും മക്കളും നമ്മുടെ കീഴിൽ ജീവിക്കുന്നവരും അവരുടെ ഭക്ഷണവും അവരുടെ വസ്ത്രവും അവരുടെ താമസ സൗകര്യവും അതിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ, പരിമിതമായാൽ പോരാ നമ്മുടെ പരിശ്രമം എന്നതാണ് മക്ക ഇമാം എന്ന് വിശദമായി ഊന്നിപ്പറഞ്ഞതായ ഭാഗം. മറിച്ച് നാം കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്, വളരെ പ്രാധാന്യം നൽകേണ്ടത് അവരുടെ സലാഹിന്റെ കാര്യത്തിലാണ്, അഥവാ അവരെ നന്നാക്കുന്ന കാര്യത്തിലാണ്. അവരെ നന്നാക്കുക എന്നത് അവർക്ക് നല്ല രൂപത്തിലുള്ളതായ ദീനി ശിക്ഷണം നൽകലിലൂടെയാണ്, അവർക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കലിലൂടെയാണ്, അവർക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ളതായ എല്ലാ ചുറ്റുപാടുകളും മാധ്യമങ്ങളും ഉണ്ടാക്കി കൊടുക്കലിലൂടെയാണ്. അതെ, അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം, നിങ്ങളുടെ കുട്ടികൾ 7 വയസ്സായി കഴിഞ്ഞാൽ അവരോട് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം. 10 വയസ്സായി കഴിഞ്ഞാൽ നമസ്കാരം ഉപേക്ഷിച്ചാൽ അവരെ അടിക്കണം. എന്ന് മാത്രമല്ല, 10 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർ താമസിക്കുന്ന റൂമിൽ അവരുടെ കിടപ്പറയിൽ അവരെ ദൂരപ്പെടുത്തുകയും ഓരോരുത്തർക്കും പ്രത്യേക വിരിപ്പ് നൽകുകയും വേണം. അങ്ങനെ അഭിമാന സംരക്ഷണവും അതുപോലെ തന്നെ നമസ്കരിക്കാനുള്ളതായ രൂപവും ശിക്ഷണവും ഇതെല്ലാം ചെറുപ്പത്തിലെ നൽകണമെന്നതായ കൽപ്പന നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആ രൂപത്തിൽ നാം വളർത്തിക്കഴിഞ്ഞാൽ അവരിലൂടെ നമുക്ക് പരലോകമോക്ഷം നേടുവാനും അവരിലൂടെ നമുക്ക് ഇഹലോകത്തിൽ തന്നെ നമുക്ക് സമാധാനവും ശാന്തിയും ഉണ്ടാക്കിയെടുക്കുവാനും നമ്മുടെ ഭാവി ജീവിതത്തിൽ നാം മരണപ്പെടുന്നതിന് മുമ്പായിട്ട് അവര് നമുക്ക് ഫലപ്പെടുന്നതായ സന്താനങ്ങളാക്കി മാറ്റുവാനും നമുക്ക് സാധിക്കും എന്നതാണ് അതിന്റെ പിന്നിൽ വരുന്നതായ നേട്ടം. ആ നേട്ടത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ എത്രയോ പിതാക്കൾ, എത്രയോ മാതാക്കൾ മക്കളെ കൊണ്ട് ഫലം കിട്ടാതെ തൊലയുന്നവരും പ്രയാസപ്പെടുന്നവരും നാം കാണാറുള്ളതാണല്ലോ. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ കാരണം അവരെ വളർത്തേണ്ടതുപോലെ വളർത്തിയില്ല. അവരെ താലോലിച്ച് വളർത്തുന്ന കാര്യത്തിലും ഭക്ഷണം നൽകുന്ന കാര്യത്തിലും വസ്ത്രം നൽകുന്ന കാര്യത്തിലും അവർക്ക് കളിസാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിലും അവരെ സമാധാനിപ്പിക്കുന്ന കാര്യത്തിലും എല്ലാം നിർബന്ധം ചെലുത്തിയിട്ടുണ്ടെങ്കിലും അവർക്ക് നിസ്കാര സമയത്തിൽ നിസ്കരിപ്പിക്കുന്ന കാര്യത്തിലും അവര് നല്ല സ്വഭാവികളായി മാറണമെന്ന വിഷയത്തിന് പ്രാധാന്യം നൽകുന്ന കാര്യത്തിലും ചിലപ്പോൾ കൂട്ടാക്കി കാണുകയില്ല, ശ്രദ്ധിച്ച് കാണുകയില്ല. അത് കാരണത്താൽ ആ കുട്ടികൾ ഭൂമിയിൽ തന്നെ നമുക്ക് പ്രയാസമുള്ളവരായി മാറുന്നതും ചിലപ്പോൾ നമ്മുടെ ശത്രുക്കളായി മാറുന്നതും ഇന്നമിൻ അസ്വാജിക്കും ഔലാദിക്കും അതുവലക്കും എന്ന് അല്ലാഹു പറഞ്ഞതായ നിങ്ങളുടെ ഭാര്യമാരിൽ നിന്നിട്ടും നിങ്ങളുടെ മക്കളിൽ നിന്നിട്ടും നിങ്ങൾക്ക് ശത്രുക്കളാവുന്നവരുണ്ട് എന്ന് പറഞ്ഞതായ ആ ഇനത്തിൽ പെടുന്നതായിട്ട് പലരെയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെയുള്ള അപകടത്തിൽ നിന്നിട്ട് രക്ഷപ്പെടാനുള്ളതായ മാർഗമാണ് മക്ക ഇമാം ഇന്ന് ഉണർത്തിയത്. അള്ളാഹുവിന്റെ ആ കൽപ്പന, ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ, നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ സന്താനത്തിന്റെ ശരീരത്തെയും നരകത്തിൽ നിന്നിട്ട് മോചിപ്പിക്കണമെന്ന് അല്ലാഹുവിന്റെ കൽപ്പന. അപ്പോൾ നരകത്തിൽ നിന്നിട്ട് നാം മോചിപ്പിക്കൽ എന്തിലൂടെയാണ്? അവരെ സ്വർഗപ്പുള്ളികളാക്കി മാറ്റലിലൂടെയാണ്. നമ്മുടെ കയ്യിലാണ് അവരുടെ ശിക്ഷണം. അത് അവർ നമ്മുടെ കയ്യിലായിരിക്കവേ നമ്മുടെ ശിക്ഷണത്തിലൂടെ അവരെ നന്നാക്കിയെടുക്കാൻ സാധിക്കുമെന്നത് കൊണ്ട് തന്നെ നമ്മളോട് ആ ബാധ്യത അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചതാണ്. ഖൂ എന്നത്, നിങ്ങൾ സൂക്ഷിക്കുക നരക അഗ്നിയിൽ നിന്നിട്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും എന്ന് അല്ലാഹു പറയാൻ കാരണം. അപ്പോൾ വലതുസാലിഹിന്റെ അഥവാ സാലിഹായ സന്താനങ്ങൾ കാരണത്താൽ പരലോകത്തിൽ കിട്ടുന്നതായ പ്രത്യേകതയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ മക്ക ഇമാം വിശദീകരിച്ചപ്പോൾ ചോദിക്കുന്നതായ ചോദ്യം, പരലോകത്തിൽ ആ സജ്ജനങ്ങളായ സ്വന്തം മക്കളെ വളർത്തേണ്ടതുപോലെ വളർത്തിയവരായ പിതാക്കളും ഉമ്മാവും വാപ്പയും എല്ലാം അവിടെ വലിയ വലിയ സ്റ്റാൻഡേർഡിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ, ആ ബഹുമതിയും ബഹുമാനവും ലഭിക്കുന്ന സന്ദർഭത്തിൽ, എവിടുന്നാണ് റബ്ബേ ഈ ശ്രേഷ്ഠതയൊക്കെ എനിക്ക് ലഭിച്ചത്? ഇത്രയൊന്നും അമലുകൾ ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് അവർ മറുപടി പറയുമ്പോൾ, അവര് അള്ളാഹുവിനോട് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്നതായ പ്രത്യുത്തരമാണ് അല്ലെങ്കിൽ മറുപടിയാണ്, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ചെയ്തതായ ഇസ്തിഗ്ഫാറിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിലൂടെ ലഭിച്ചതായ നേട്ടമാണ് എന്ന് മറുപടി ലഭിക്കുന്നതാണ് എന്നാണ്.
സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്ന മക്കളായി മാറുകയാണെങ്കിൽ അതിലൂടെ കിട്ടുന്നതായ നേട്ടം നമ്മുടെ ഗ്രേഡ് പരലോകത്തിൽ ഉയരുമെന്നതാണല്ലോ. ആ ഗ്രേഡും ആ ബഹുമതിയും ഉയരാനുള്ളതായ മാധ്യമം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് നാം ഈ ഭൂമിയിൽ വെച്ചിട്ട് പരിശ്രമിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നാം നല്ല മക്കളെ വാർത്തെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നാം തെരഞ്ഞെടുക്കുന്നതായ ഭാര്യമാർ, നമ്മുടെ ഇണകൾ, ആ ഇണകൾ ശരിക്കും ഇസ്ലാമിനെ കുറിച്ച് അറിയുന്ന കുട്ടികളെ ശരിക്കും ഇസ്ലാമിക ശിക്ഷണം നൽകുന്നതായ രൂപത്തിലുള്ളതായ ഇണകളായി മാറേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഭാര്യമാര് നന്നാവുക എന്നത് നമ്മുടെ കുട്ടികൾ നന്നാകാനുള്ളതായ ഒരു മാധ്യമമാണ്, ഒരു രൂപമാണ്. അത് വളരെ നിർബന്ധമാണ്. അതുകൊണ്ട് തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ ഫദ്ഫർ ബിദാത്തിദ്ദീൻ എന്ന് റസൂൽ പറഞ്ഞതായ ആ ഹദീസ്, ആ പ്രവചനം ഇവിടെ സ്മരണീയമാണ്. സ്ത്രീകളെ കല്യാണം കഴിക്കപ്പെടാറുള്ളത് 4 കാര്യത്തിന് വേണ്ടിയാണ്. ഒന്നിരിക്കലോ അവളുടെ ജമാല്, അവളുടെ ഭംഗി നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ അവളുടെ മാല് നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ അവളുടെ തറവാട് നോക്കിയിട്ടാണ്. പക്ഷെ റസൂൽ അവിടെ പറഞ്ഞത് ഫദ്ഫർ ബിദാത്തിദ്ദീൻ, ദീനുള്ളവളെ നീ തെരഞ്ഞെടുക്കുക. ദീനുള്ളവളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളതെല്ലാം ഇല്ലെങ്കിലും നിനക്ക് വിജയിക്കാൻ സാധിക്കും. ദീനുള്ളവളല്ലെങ്കിൽ മറ്റുള്ളതെല്ലാം ഉണ്ടെങ്കിലും നിനക്ക് വിജയിക്കാൻ സാധിക്കുന്നതല്ല എന്ന അർത്ഥത്തിലേക്ക്. അതുകൊണ്ട് മക്ക ഇമാം പറയുകയുണ്ടായി, നമ്മുടെ വീട് നന്നാക്കാൻ, നമ്മുടെ വീട് ഇസ്ലാമീകരിക്കാനുള്ളതായ ആ പ്രധാന മാധ്യമം, പ്രധാന രൂപം അത് നമ്മുടെ ഭാര്യ നന്നാവുക എന്നതാണ്, നമ്മുടെ ഇണകൾ നന്നാവുക എന്നതാണ്. അങ്ങനെയുള്ള ഇണകളെ നാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ നന്നാക്കിയെടുക്കാൻ അത് അവര് സഹകരിക്കുന്നതും അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതും അതിലൂടെ നമുക്ക് വിജയം കൈവരുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ചെറുപ്പത്തിലെ ഭാര്യയോടാവട്ടെ മക്കളോടാവട്ടെ നാം ശിക്ഷണ നൽകുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചും അള്ളാഹുവിന്റെ രക്ഷയെക്കുറിച്ചും പറഞ്ഞു കൊടുക്കണം. അള്ളാഹുവിന്റെ കഴിവ് കൽപ്പനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ളതായ ടച്ച് നന്നാക്കിയെടുക്കുക, ബന്ധം നന്നാക്കിയെടുക്കുക എന്നതിലൂടെ നേടുന്നതായ നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അതെല്ലാം നമ്മുടെ ശിക്ഷണത്തിൽ ഉണ്ടായിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമസ്കാര കാര്യം ശ്രദ്ധിക്കുക എന്നത്. അത് ഭാര്യയുടെ നമസ്കാരമാവട്ടെ മക്കളുടെ നമസ്കാരമാവട്ടെ. അതുകൊണ്ട് ഉമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വ എന്ന ആയത്തും ഇവിടെ സ്മരണീയമാണ്. നിന്റെ കുടുംബത്തോട് നീ നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുക. ഉമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ, നീ കുട്ടികളെയും സന്താനങ്ങളെയും ഭാര്യമാരെയും ഇവരെല്ലാം ആ കുടുംബം എന്ന വാക്കിന്റെ അകത്ത് ഉൾക്കൊള്ളുന്നതാണ്. അവർക്ക് എന്ത് വേണം? നീ നമസ്കരിക്കാൻ വേണ്ടി അവരോട് കൽപ്പിക്കണം. അപ്പോൾ നമ്മുടെ ബാധ്യതയാണ് അവരോട് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുക. കാരണം അസ്സല എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരർത്ഥത്തിൽപ്പെട്ടതാണ് എന്ത്? സിലത്തും ബൈനൽ അബ്ദി വ റബ്ബിഹി, അടിമയുടെയും അള്ളാഹുവിന്റെ ഇടയിലുള്ളതായ ഒരു ബന്ധം, ഒരു വയറാണത്. ആ വയറ് മുറിഞ്ഞു പോയാൽ പിന്നെ എന്ത് സംഭവിക്കുകയില്ല? അള്ളാഹുമായുള്ളതായ യഥാർത്ഥത്തിൽ ആത്മീയമായ ടച്ച് ഉണ്ടാകുന്നതല്ല അടിമക്ക്. അതുകൊണ്ട് ആ ടച്ച് ഉണ്ടാക്കി കൊടുക്കുക എന്നത് പിതാവിന്റെ ബാധ്യതയിൽപ്പെട്ടതാണ്. അതിലാദ്യമായിട്ട് ഭാര്യയെയും അപ്രകാരം തന്നെ മക്കളെയും അവരോട് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചുകൊണ്ട് അള്ളാഹുമായുള്ളതായ ടച്ച് ഉണ്ടാക്കിയെടുക്കാൻ, ബന്ധമുണ്ടാക്കിയെടുക്കാൻ അവർക്ക് ട്രെയിനിങ് നൽകലിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് മക്ക ഇമാം ഇന്ന് ഉണർത്തിയത്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കേണ്ടതും അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ വസ്തബിർ അലൈഹ, അതിനുവേണ്ടി ക്ഷമ കൈകൊള്ളേണ്ടതും ആണ്. അപ്പോൾ ചെറുപ്പത്തിലെ നാം ഭക്ഷണം അവർക്ക് തയ്യാർ ചെയ്തു കൊടുക്കാനും വീട് തയ്യാർ ചെയ്തു കൊടുക്കുവാനും അവർക്ക് വേണ്ടി നാം ജോലി ചെയ്യുന്നു, അവർക്ക് വേണ്ടി നാം പട്ടിണി കിടക്കുന്നു, അവർക്ക് വേണ്ടി നാം ഗൾഫിലേക്ക് പോകുന്നു, അവർക്ക് വേണ്ടി നാം പല നാടുകളിലേക്കും യാത്ര ചെയ്യുന്നു. ഇതെല്ലാം ചെയ്യുന്നതോടൊപ്പം അതിനേക്കാളും മുഖ്യം നമ്മുടെ കുട്ടികളെ നന്നാക്കിയെടുക്കാൻ, അവർക്ക് സലാഹ് അഥവാ അള്ളാഹുമായി ബന്ധമുള്ളതായ ആ നമസ്കാരം അവരിൽ ഉണ്ടാക്കിയെടുക്കാനുള്ളതായ പരിശ്രമത്തിലാണ് നാം ശ്രദ്ധിക്കേണ്ടത്, കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് മക്ക ഇമാം നമ്മളോട് ഉണർത്തിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതായ കൽപ്പന ചെറുപ്പത്തിലെ അവരോട് നമസ്കരിക്കാൻ വേണ്ടി 7-ാം വയസ്സിൽ കൽപ്പിക്കണമെന്നും 10 വയസ്സായി കഴിഞ്ഞാൽ നമസ്കരിച്ചില്ലെങ്കിൽ അവരെ അടിച്ച് നമസ്കരിക്കാൻ വേണ്ടി പരിക്കേൽക്കാത്ത രൂപത്തിലുള്ളതായ അടിയാണ് പറയുന്നത്. പരിക്കേൽക്കാത്ത രൂപത്തിലുള്ളതായ അടികൾ അടിച്ചുകൊണ്ട് ആ 10 വയസ്സിൽ അവരോട് നമസ്കരിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യേണ്ടതുമാണ് എന്ന് റസൂലുള്ളാഹി കൽപ്പിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ അത് തന്നെ മതി. എന്തുകൊണ്ട് ചെറുപ്പത്തിലെ കുട്ടികളെ നാം വളർത്തിയിട്ടില്ലെങ്കിൽ നമസ്കാരത്തിലൂടെ വലുതായി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ നമസ്കരിക്കാൻ സാധിക്കുന്നതല്ല, അവർക്ക് അത് പ്രയാസമുള്ളതായി മാറുന്നതാണ്.
പക്ഷേ ചെറുപ്പത്തിലെ നമസ്കരിച്ചു കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് പിന്നെ വലുതാകുമ്പോൾ നമസ്കരിക്കുന്നതിൽ പ്രയാസമുണ്ടാകുന്നതല്ല എന്നതാണ് ഇവിടെ നമ്മുടെ മതം പഠിപ്പിക്കുന്നത്, നമ്മുടെ ദൂതറും നേതാവുമായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതെ, അങ്ങനെ അവർ നന്നായി കഴിഞ്ഞാൽ, മാതാപിതാക്കൾ നന്നാകുമ്പോൾ മക്കളെ നന്നാക്കാൻ സാധിക്കും. മാതാപിതാക്കൾ നന്നായില്ലെങ്കിൽ മക്കൾ നന്നാവുകയില്ല. അതുകൊണ്ട് നല്ല ഭാര്യയെ സെലക്ട് ചെയ്യുക, നീ തന്നെ സ്വന്തം നന്നാവുക, എന്നിട്ട് കുട്ടികളെ നന്നാക്കി വളർത്തുക എന്നതൊക്കെയാണ് മക്ക ഇമാമ് ചർച്ച ചെയ്തതായ വിഷയത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം. എന്നിട്ട് അവിടെ സൂറത്തുൽ കഹ്ഫിലുള്ളതായ വഅമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീനതി വകാന തഹ്തഹു കൻസുൽ ലഹുമാ വകാന അബൂഹുമാ സാലിഹ എന്ന ആയത്ത് കൂടി മക്ക ഇമാം ഓതുകയുണ്ടായി. അവിടെ ഖദർ അലൈഹിസ്സലാം അല്ലെങ്കിൽ ഖദർ അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം രണ്ടുപേരും ഒരു നാട്ടിലേക്ക് എത്തിയപ്പോൾ അവിടെയുള്ളത് അവര് ഭക്ഷണം ആവശ്യപ്പെട്ട് ഭക്ഷണം കൊടുത്തില്ല, അവരെ കൂട്ടാക്കിയില്ല. അങ്ങനെയുള്ള നാട്ടിലുള്ളതായ ഒരു വൻമതിലിനെ മഹാനായ ഖദർ അലൈഹിസ്സലാം നന്നാക്കി. അത് വീഴാൻ പോവുകയായിരുന്നു. അവിടെ അത് നന്നാക്കിയപ്പോൾ മൂസ നബി അലൈഹിസ്സലാം എതിർത്തു. നമുക്ക് ഭക്ഷണം നൽകാത്തവരുടെ നാട്ടിലുള്ള മതിലിനെ നിങ്ങൾ നന്നാക്കേണ്ട ആവശ്യം എന്താണ് എന്ന് ചോദിക്കുകയും, പക്ഷേ അവിടെ മറുപടി ലഭിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുകയാണ്, ആ മതിലിന്റെ പിന്നിലൊരു മഹാരഹസ്യമുണ്ട്. അതെന്താണ്? അതിന്റെ കീഴിൽ, അതിന്റെ താഴ്ഭാഗത്തിൽ നിധി ഉണ്ടായിരുന്നു. ആ നിധി ആരുടേതാണ്? യതീം മക്കളുടേതാണ്. ഫകാന ലിഗുലാമൈനി യതീമൈനി, രണ്ട് യതീം മക്കളുടെ നിധിയാണത്. ആ നിധിയെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുകയാണ്, ആ നിധിയെ സംരക്ഷിക്കാൻ വേണ്ടി ഖദർ അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചതുപോലെ അങ്ങനെ ഖദർ അലൈഹിസ്സലാം അതിനെ ക്ലിയർ ആക്കി കൊടുത്തു, അതിനെ നന്നാക്കി കൊടുത്തു. അത് വീഴാതിരിക്കുകയും അതിനെ സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. അതിന് കാരണം പറഞ്ഞത് വകാന അബൂഹുമാ സാലിഹൈൻ, ആ രണ്ട് യതീം മക്കളുടെ മാതാപിതാക്കൾ സാലിഹ്യങ്ങളായിരുന്നു. അപ്പോൾ മാതാപിതാക്കൾ സാലിഹ്യങ്ങളായി കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത ദുനിയാവിലും അതിന്റെ പ്രത്യേകത പരലോകത്തിലും കിട്ടും എന്നതിലേക്ക് തെളിവാണ് എന്നാണ് ആ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതം നന്നാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾ നന്നാകും നമുക്ക് ശേഷം. അത് കാരണത്താൽ നമുക്ക് നമ്മുടെ മക്കൾ പ്രാർത്ഥിക്കുന്നവരായി മാറും. നമ്മുടെ മക്കളുടെ അമലുകളിലൂടെ നമുക്ക് പരലോക മോക്ഷം നേടാനുള്ളതായ കാരണമായി തീരുകയും ചെയ്യും എന്നതാണ് നാം ഇതുവരെ മനസ്സിലാക്കിയത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുകയാണ്, ഈ സലാഹുൽ മാതാപിതാക്കൾ നന്നാവുക എന്നത് അത് യഥാർത്ഥത്തിൽ മക്കൾക്ക് അതുകൊണ്ട് ഫലം കിട്ടും. അതുപോലെ മക്കൾ നന്നാവുക എന്നത് മാതാപിതാക്കൾക്കും ഫലം കിട്ടും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫലം കിട്ടുന്നവരായി മാറുക എന്നത് ഇതിൽ നിന്നിട്ട് നാം പഠിക്കേണ്ടതായ ഒരു പാഠമാണ് എന്ന് സലഫ് സാലിഹുകൾ മനസ്സിലാക്കിയതാകുമ്പോൾ നാം അത് പരിഗണിക്കേണ്ടതും, നമ്മുടെ ജീവിതം ഇസ്ലാമീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ, വീട് ഇസ്ലാമീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ നമ്മുടെ ഭാര്യയെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതും, എന്നിട്ട് അതിനുശേഷം നാം നമ്മുടെ കുടുംബത്തെ വളർത്തുന്ന അല്ലെങ്കിൽ കെട്ടിപ്പടുത്തുന്ന സന്ദർഭത്തിൽ നല്ല സന്താനങ്ങളെ വാർത്തെടുക്കാൻ ആ വീട്ടിൽ നാം പരിശ്രമിക്കേണ്ടതും ആണ് എന്നതാണ് നാം ഇതുവരെ മനസ്സിലാക്കി വന്നത്. അതെ, മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സന്താനങ്ങളെ വളർത്തുന്ന സന്ദർഭത്തിൽ ചെറുപ്പത്തിലെ അവരെ നന്നാക്കിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന കൂട്ടത്തിൽ അവരെ ഭൗതികമായ കാര്യത്തിലുള്ളതായ സമീപനത്തിൽ നന്നാക്കിയെടുക്കുന്നത് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനോട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തോളിൽ കയറ്റിയും കൊണ്ട് കളിപ്പിച്ചതും അവരെ ചുംബിച്ചതും അവരെ കളിപ്പിച്ചതുമായ സംഭവങ്ങളൊക്കെ ഹദീസിൽ കാണാം. ആ സംഭവങ്ങളൊക്കെ ഇന്ന് മക്ക ഇമാം ഉണർത്തുകയുണ്ടായി. അങ്ങനെയൊക്കെ ചെയ്തതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മതത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധ കാണിച്ചിട്ടില്ല. മറിച്ച് അവരെ ഭൗതികമായ കാര്യത്തിൽ അവർക്ക് നല്ല രൂപത്തിൽ അവരെ വളർത്താനും അവരെ കളിപ്പിക്കുവാനും അവരെ സമാധാനിപ്പിക്കുവാനും അവരെ ചിരിപ്പിക്കുവാനും എല്ലാം പരിശ്രമിച്ചതായ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകേണ്ടതായ ശിക്ഷണത്തിലും അവർക്ക് നൽകേണ്ടതായ ആ ആഹ്വാനങ്ങളിലുമെല്ലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത് മുഹമ്മദിന് ആസകലം മാതൃകാ പുരുഷനായതുപോലെ തന്നെ അവരുടെ കുടുംബത്തിനും അവരുടെ വീട്ടിലും അവരുടെ പരിസരത്തിലുമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയുള്ളവരായിട്ടാണ് നാം കണ്ടത്. ഇതാണ് നാം ആ സംഭവത്തിൽ നിന്നിട്ട് മനസ്സിലാക്കേണ്ടത്. അതെ, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ഈ കളിപ്പിച്ച സന്ദർഭത്തിൽ പറയുകയുണ്ടായി, ചുംബനം നൽകിയതിന്റെ ശേഷം ഹുസൈൻ എന്നിൽ നിന്നിട്ടാണ്, ഞാൻ അവരിൽ നിന്നിട്ടാണ്, അഥവാ എന്റെ ഒരു കഷ്ണമാണ് ഹുസൈൻ എന്നും ഹുസൈനിനെ സ്നേഹിച്ചവൻ യഥാർത്ഥത്തിൽ എന്നെ സ്നേഹിച്ചവനാണ്, ഹുസൈനിനെ ഇഷ്ടപ്പെടാത്തവൻ എന്നെ ഇഷ്ടപ്പെട്ട ആളല്ല എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിന്റെ പരിപൂർണതയിൽ പറഞ്ഞതായിട്ട് കാണാം.
കാണാം. ഇവിടെ ഈ സ്നേഹം അത് യഥാർത്ഥത്തിൽ ഹുസൈനോടുള്ളതായ സ്നേഹം ഇന്ന് നാം കാണുന്നത് പോലെ ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളായി നാം കാണാറുള്ളതായ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ലോകത്തിന്റെ മുമ്പിൽ ആദ്യം ആ പരാക്രമം നടത്തിവെച്ചവരായ ആ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഹുസൈനെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഹുസൈന്റെ പേരിൽ ഇങ്ങനെയുള്ള മാസം വരുമ്പോൾ മുഹറം മാസത്തിലൊക്കെ തോന്നിവാസങ്ങളും അനാചാരങ്ങളും നെഞ്ചത്തടിക്കലുകളും എല്ലാം കാട്ടിക്കൂട്ടുന്ന വിഭാഗം സ്നേഹിക്കുന്ന സ്നേഹമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ സ്നേഹം. അതൊക്കെ അതിരുവിട്ട് കടന്നതായ സ്നേഹമാണ്. ആ സ്നേഹം കൊണ്ട് അവർക്ക് ഫലം ലഭിക്കുന്നതല്ല എന്ന് മാത്രമല്ല, അതിലൂടെ അവർക്ക് ദ്രോഹമാണ്. അതിലൂടെ അവർക്ക് നരകത്തിലേക്ക് എത്താൻ സാധിക്കുക. അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമുള്ള സ്നേഹം സ്ഥാപിക്കുന്നതിന് പകരം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനോട് കാണിക്കുന്നതായ അമിതമായതായ ആ സമീപനം, അമിതമായതായ ആ സ്നേഹം, അതിലൂടെ അവർക്ക് നരകത്തിലേക്ക് എത്തേണ്ടി വരും. എന്തുകൊണ്ട്? ഉലൂവ് അവരിൽ ഉണ്ടായത് കാരണത്താൽ. ഈ ഉലൂവ് എന്നത് ജൂതന്മാർ നശിച്ചത് ഉലൂവിലൂടെയാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. അതുപോലെ തന്നെ ഉമ്മത്ത് മുഹമ്മദിൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെയും ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെയും അതുപോലെ അഹ്ലു ബൈത്തിൽ നിന്നിട്ട് പലരെയും അമിതമായി സ്നേഹിച്ചുകൊണ്ട് തോന്നിവാസങ്ങൾ ചെയ്യുന്നതായ വിഭാഗമാണ് ഷിയാക്കൾ. അങ്ങനെയുള്ളതായ ഷിയായിസം ഇപ്പോൾ കേരളത്തിൽ ധാരാളമായി വ്യാപകമായി കൊണ്ടേയിരിക്കുന്നുണ്ട്. ഹുസൈന്റെയും ഹസന്റെയും പേരിൽ അല്ലെങ്കിൽ വേറെ പലരുടെയും പേരിൽ, വേറെ മഹാത്മാക്കളുടെയും പേരിൽ, സാലിഹ്യങ്ങളുടെയും പേരിൽ, ഖബറാളികളുടെയും പേരിൽ ധാരാളം അമിതമായ ഗുലുവ് വ്യാപകമായി കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് വളരെ അപകടമാണ്. അത് നമ്മുടെ ആദർശത്തെ നാം വലിച്ചെറിയേണ്ടി വരുന്നതായ നീച നികൃഷ്ട പ്രവർത്തനത്തിൽപ്പെട്ടതാണ് എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇവിടെ നാം നിർബന്ധമായി മനസ്സിലാക്കേണ്ട ഭാഗമാണ്. നാം ബഹുമാനിക്കുമ്പോൾ, ആദരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുസൈനോടുള്ള സ്നേഹം അത് എന്നോടുള്ള സ്നേഹമാണ്, ഹുസൈനോടുള്ള വെറുപ്പ് അത് എന്നോടുള്ള വെറുപ്പാണ് എന്നത് നാം മനസ്സിലാക്കുമ്പോൾ അത് ഇസ്ലാം വരച്ച ലൈനിൽ വിട്ടുകിടക്കാൻ പാടുള്ളതല്ല, അതിന് വിട്ടുകിടക്കാൻ പാടുള്ളതല്ല. ഹുസൈനിനെ ദൈവമാക്കി മാറ്റുന്ന ശൈലിയാണ് നാം കാണാറുള്ളത്. ആരിലൂടെ? ഷിയാക്കളിലൂടെ. അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തവരായ മൊഹീദ്ദീൻ ശൈഖിനെയും റിഫായി ശൈഖിനെയും ബദരീങ്ങളെയും മഹാത്മാക്കളെയും സാലിഹ്യങ്ങളെയും ഖബറാളികളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഭാഗമെല്ലാം അവർ യഥാർത്ഥത്തിൽ അമിതമായിട്ടാണ് അവരെ സ്നേഹിക്കുന്നത്. മിതമായുള്ള സ്നേഹത്തിൽ അതില്ല. മിതമായ സ്നേഹം നിർബന്ധമാണ്. നമ്മുടെ സലഫ് സാലിഹ്യങ്ങളായ ആ മഹാത്മാക്കളെയും നമ്മുടെ മുമ്പന്മാരെയും നമ്മുടെ സാലിഹ്യങ്ങളെയും എല്ലാം നാം മിതമായ രൂപത്തിൽ ബഹുമാനിക്കണം, ആദരിക്കണം. അവരിൽ നാം മാതൃക കണ്ടെത്തണം. അവർ ജീവിച്ചതുപോലെ നാം ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കണം എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇത് വളരെ നീട്ടിപ്പറയേണ്ട വിഷയമാണ്. മക്ക ഇമാമ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഊന്നി പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളെ മക്ക ഇമാം ഉണർത്തിയത്, അഥവാ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനോടുള്ളതായ സ്നേഹത്തെ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബാ ഉമൈർ എന്നതായ ഒരു കുട്ടിയുടെ മുമ്പിൽ വിട്ടുകടന്ന സന്ദർഭത്തിൽ കുട്ടികളോടുള്ളതായ സമീപനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യാ അബാ ഉമൈർ മാ ഫഅല നുഗൈർ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. അല്ലയോ അബൂ ഉമൈറേ, നിന്റെ ആ പറവ എന്ത് കാട്ടി എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. ഒരു പറവയെ വളർത്തുകയായിരുന്നു ആ കുട്ടി. നുഗൈർ എന്ന പേരുള്ളതായ ആ പക്ഷിയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയോട് ചോദിച്ചുകൊണ്ട് കുട്ടിയെ സമാധാനിപ്പിക്കുകയും അവർ ഇഷ്ടപ്പെടുന്നതായ കാര്യം കുട്ടിയോട് ചോദിക്കുകയും ചെയ്തതിൽ നിന്നിട്ട് കുട്ടികളോടും നല്ല രൂപത്തിലുള്ളതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ പെരുമാറ്റമാണ് അവിടെ പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല രൂപത്തിൽ പെരുമാറണമെന്ന് കൽപ്പിച്ച ആ കൽപ്പനയുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അബ്ദുല്ലാഹ് ഇബ്നു ആമിർ പറയുകയാണ്, ഉമ്മ അഥവാ അബ്ദുല്ലാഹ് ഇബ്നു ആമിറിന്റെ ഉമ്മ ഒരവസരത്തിൽ വായോ എന്ന് കുട്ടിയെ വിളിച്ചുകൊണ്ട് വല്ലതും കൊടുക്കാൻ വേണ്ടി വിളിച്ചതുപോലെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ, നിങ്ങൾ ആ കുട്ടിക്ക് എന്ത് കൊടുക്കാൻ വേണ്ടിയാണ് വിളിച്ചത്? പറഞ്ഞു, ഞാൻ ഈത്തപ്പഴം കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. റസൂൽ പറഞ്ഞു, നിങ്ങൾ ആ കുട്ടിയോട് വായോ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ട് എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ വിളിച്ചതിന് ശേഷം വല്ലതും കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കളവ് പറഞ്ഞവരായി മാറുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പാഠം പഠിപ്പിക്കുകയുണ്ടായി. ഏതായാലും നാം ഇവിടെ പറഞ്ഞു വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ സ്വഭാവ ശൈലിയെ കുറിച്ചാണ്. കുട്ടികളെ ചെറുപ്പത്തിൽ വളർത്തുമ്പോൾ നല്ല രൂപത്തിൽ വളർത്താൻ വേണ്ടി റസൂൽ നമുക്ക് മാതൃകയുണ്ട് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചെറുപ്പത്തിൽ കുട്ടികളുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറയാറുണ്ടായിരുന്നു, ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ ചോദിക്കുമ്പോൾ അല്ലാഹുവോട് മാത്രമാണ് ചോദിക്കേണ്ടത്, സഹായാർത്ഥനം അല്ലാഹുവോട് മാത്രമാണ് ചെയ്യേണ്ടത്. അവരുടെ വിശ്വാസപരമായ ആദർശപരമായ കാര്യങ്ങളെ ചെറുപ്പത്തിലെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതായ മാധ്യമങ്ങൾ, അതിനുള്ളതായ രൂപങ്ങൾ
ട്രെയിനിങ് ആ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടാണ് പാഠം പഠിപ്പിച്ചത് എന്നതാണ് ഇവിടെ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. അതെ, ഇങ്ങനെ പല കാര്യങ്ങളും ഇന്ന് മക്ക ഇമാം പറഞ്ഞ കൂട്ടത്തിലുണ്ട്. മദീന ഇമാം ഇന്ന് ചർച്ച ചെയ്തതായ വിഷയം അതും ഇതിനോട് തുല്യതയുള്ളതായ വിഷയമാണ്. അത് കുടുംബജീവിതം ഇസ്ലാമീകരിക്കുക എന്നതാണ്. ആ കുടുംബജീവിതം ഇസ്ലാമീകരിക്കുക എന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹം, മനുഷ്യരാശിയുടെ ആ സമൂഹം വളരുക എന്നത് അത് എന്തിലൂടെയാണ്? അത് കുടുംബങ്ങളിലൂടെയാണ്. പല കുടുംബങ്ങൾ കൂടുമ്പോൾ ഒരു സമൂഹമായി മാറുന്നു. ആ കുടുംബം യഥാർത്ഥത്തിൽ അസാസാണ്, അഥവാ അടിത്തറയാണ് എന്തിനുള്ള സമൂഹം വളരാനും സമൂഹത്തിന്റെ വളർച്ചയിൽ വിജയമുണ്ടാവാനുമുള്ളതായ ഒരു മാധ്യമമാണ്, ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നല്ല രൂപത്തിൽ നമ്മുടെ കുടുംബത്തെ നാം കെട്ടിപ്പടുത്തുകയാണെങ്കിൽ അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്നിട്ട് വളർന്നു വരുന്നതായ സമൂഹം അത് നല്ല സമൂഹമായി മാറുന്നതാണ് എന്ന അർത്ഥത്തിലേക്ക്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് മക്ക ഇമാം പറഞ്ഞതുപോലെ മദീന ഇമാമും ഈ വിഷയത്തോട് തുല്യതയുള്ള വിഷയമാണ് പറഞ്ഞത്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാരുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അവൻ ഖവ്വാമാണ്, അവന് നേതൃത്വം വഹിക്കുന്ന ആളാണ്. സ്ത്രീകളുടെ എല്ലാ ബാധ്യതയും അവന്റെ തലപ്പത്താണ്. പ്രത്യേകിച്ച് അവർക്ക് ചെലവ് കൊടുക്കുന്ന കാര്യത്തിൽ മറ്റു കാര്യങ്ങൾ നാം മക്ക ഇമാം ചർച്ച ചെയ്തതായ വിഷയത്തിൽ കൂടി മനസ്സിലാക്കുകയുണ്ടായി. ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നല്ല വീടാക്കി മാറ്റാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ, നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് ആ വീട് നന്നാക്കിയെടുക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ അതിന്റെ ബാധ്യത ഏറ്റവും തലപ്പത്ത് നിൽക്കുന്നത് അത് ആരുടെ കയ്യിലാണ്? അത് ഭർത്താവിന്റെ കയ്യിലാണ്, അത് പുരുഷന്റെ കയ്യിലാണ്. ആ പുരുഷന്റെ കയ്യിലാണ് ഖിവാമ സ്ഥിതി ചെയ്യുന്നത്. ആ പുരുഷൻ അതിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വീട് തകരും, ആ കുടുംബം തകരും. കുടുംബം തകരുമ്പോഴാണ് ആ മുജ്തമ, ആ സകലം, ആ സമൂഹം, ആ സകലം തകരുക. അഥവാ ഒരു വീട്ടുകാര് തകർന്നു, മറ്റേ വീട്ടുകാർ തകർന്നു, മൂന്നാമത്തെ വീട്ടുകാർ തകർന്നു. അപ്പോൾ ആ ഏരിയയിലുള്ളതായ ആൾക്കാർ മുഴുവനും തകരാനുള്ളതായ കാരണം അതിന്റെ നേതൃത്വം വഹിക്കുന്നതായ പുരുഷൻ നല്ല ആളല്ല, പുരുഷൻ അതിനർഹപ്പെട്ട ആളല്ല എന്നതാണ് അതിൽ നിന്നിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ വ്യക്തി നന്നാകുമ്പോൾ അവരുടെ സമൂഹത്തെ നന്നാക്കിയെടുക്കാൻ, അവരുടെ കുടുംബത്തെ നന്നാക്കിയെടുക്കാൻ ആ വ്യക്തിയുടെ സാധിക്കുമ്പോൾ, ആ കുടുംബം നന്നാകുമ്പോൾ ആ കുടുംബത്തിലൂടെ ആ സമൂഹം, ആ സകലം നന്നാക്കിയെടുക്കാൻ സാധിക്കുന്നു. അതെ, ഇതൊക്കെ പറയുമ്പോൾ മദീന ഇമാമും ഇവിടെ മക്ക ഇമാമും പറഞ്ഞതായ നിങ്ങളുടെ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണമെന്ന കാര്യവും അവരെ നമസ്കരിച്ചില്ലെങ്കിൽ അടിക്കണമെന്ന കാര്യവും 10 വയസ്സാകുമ്പോൾ അവർക്ക് അഭിമാന സംരക്ഷണം ചെറുപ്പത്തിലെ 10ാമത്തെ വയസ്സിൽ തന്നെ അവരെ ഒന്നിച്ചു കിടക്കാൻ വിടരുത്, വെവ്വേറെയാക്കി മാറ്റണമെന്ന കാര്യമൊക്കെ പറഞ്ഞത് ഇന്ന് മദീന ഇമാമും ഉണർത്തുകയുണ്ടായി. അപ്പോൾ നല്ല രൂപത്തിൽ കുട്ടികളോട് പെരുമാറാൻ വേണ്ടി ട്രെയിനിങ് നൽകേണ്ടതും, ചെറുപ്പത്തിലെ നല്ല രൂപത്തിൽ പെരുമാറാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതും, നമ്മുടെ കുടുംബത്തെ നന്നാക്കിയെടുക്കാൻ തീരുമാനിച്ചാൽ ഭാര്യയോടുള്ളതായ പെരുമാറ്റത്തിൽ നിങ്ങൾ നിട്ട് ഉത്തമരാരാണ്? ഖിയാറുക്കും ലിനിസായിഹിം, നിങ്ങൾ നിട്ട് ഭാര്യമാരോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണ് നിങ്ങൾ ഏറ്റവും നല്ലവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും അതിനു മുമ്പ് അള്ളാഹുവിന്റെ കൽപ്പന തന്നെ വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, നല്ല രൂപത്തിൽ, അഥവാ നാട്ടു നടപ്പനുസരിച്ചിട്ട് ഏതാണ് നല്ല രൂപം എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ രൂപത്തിലായിരിക്കണം നാം നമ്മുടെ ഭാര്യമാരോട് പെരുമാറേണ്ടത്. അവർക്ക് എല്ലാ നിലക്കുള്ളതായ സന്തോഷം അവരുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കാൻ, മക്കളുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കാൻ, വീട്ടുകാരുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കാൻ, ഭാര്യയുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കാൻ പരിശ്രമിക്കുന്നത് പോലെ തന്നെ അവരെ പരലോകമോക്ഷം നേടാനുള്ളതായ മാർഗങ്ങളെല്ലാം കൈക്കൊള്ളേണ്ടതും അത് ഈ റജുലിന്റെ, ഈ മനുഷ്യന്റെ, ഈ വീട്ടിന്റെ ഉടമയായതായ ആ പുരുഷന്റെ ബാധ്യതയിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പത്തിലെ വീട്ടിൽ ശിക്ഷണ നൽകുന്ന സന്ദർഭത്തിൽ അവർ ചീത്ത പറയാറില്ല, അവർ തആനല്ല, അവർ ശപിക്കാറില്ല, അവർ ഫാഹിഷായ വാക്കുകൾ പറയാറില്ല. അഥവാ നാം ഇപ്പോൾ കാണാറുള്ളത് പോലെ പറയാൻ പറ്റാത്തതായ ചീത്തകളും ശപിക്കലുകളൊക്കെ കുടുംബത്തോടും ഭാര്യയോടും മക്കളോടും നടത്തുക എന്നത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഏറ്റവും അടുത്തവരായ അവരുടെ ഭാര്യമാരായ നമ്മുടെ ഉമ്മമാരായ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ പോലത്തവർ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ആ രൂപത്തിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമീപിക്കാറുണ്ടായിരുന്നത്. അതെ, ഉസ്തൗസു ബിന്നിസായി ഖൈറ എന്ന വാക്ക് തന്നെ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അറഫയിൽ വെച്ചിട്ട് കൽപ്പിച്ചതായ കൽപ്പന അത് തന്നെ മതി നമുക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ. നിങ്ങൾ ഉപദേഷ്ടാവായി മാറേണ്ടതാണ്. ആർക്ക്? നിങ്ങളുടെ ഭാര്യമാർക്ക്. അവർക്ക് ചെയ്യേണ്ടതായ അവകാശങ്ങളിൽ നിങ്ങൾ വീഴ്ച വരുത്തരുത്. അവരുടെ അവകാശങ്ങളിൽ വീഴ്ച വരുത്തുമ്പോഴാണ്
അവര് നന്നായി വളരാൻ സാധിക്കാതിരിക്കുക, നല്ല രൂപത്തിൽ അവര് വീട് കെട്ടിപ്പടുത്താൻ സാധിക്കാതിരിക്കുക, നല്ല കുട്ടികളെ വാർത്തെടുക്കുന്നതിൽ വീഴ്ച വരുത്തുക, ഇതൊക്കെ നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതായതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ ശിക്ഷണ നൽകിയിട്ടാണ് യഥാർത്ഥത്തിൽ നമുക്ക് പാഠം പഠിപ്പിച്ചത് അവരുടെ ജീവിതത്തിലൂടെ എന്നതാണ് മദീന ഇമാമും എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുശാവറ വരെ നടത്തി എന്നതുകൂടി മദീന ഇമാം പറയുകയുണ്ടായി. സ്വന്തം ഭാര്യമാരോട് ഉള്ളതായ സമീപനത്തിൽ ഉള്ളതായ റസൂലുള്ളാഹിന്റെ ശൈലിയിൽപ്പെട്ടതാണ്. എന്തെങ്കിലും പ്രശ്നം വരുന്ന സന്ദർഭത്തിൽ ഉമ്മത്തിന്റെ കാര്യങ്ങൾ വരേക്കും ഉമ്മു സലമയോട് ചോദിച്ചു എന്നാണ്. ഉമ്മത്തിന് പറഞ്ഞാൽ മുഹമ്മദിന്റെ ഉമ്മത്തുകളുടെ പ്രശ്നങ്ങൾ, സ്വന്തം വീടിന്റെ കാര്യങ്ങൾ മാത്രമല്ല, സ്വന്തം കാര്യങ്ങൾ മാത്രമല്ല, വീട്ടിന്റെ കാര്യങ്ങൾ മാത്രമല്ല, ഉമ്മത്തിന്റെ കാര്യങ്ങൾ വരേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാറുണ്ടായിരുന്നു, മുശാവറ നടത്താറുണ്ടായിരുന്നു അവരുടെ ഭാര്യമാരോട് എന്ന് റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക വീട് കെട്ടിപ്പടുത്തുമ്പോൾ ഭാര്യമാരോടുള്ളതായ സമീപനം നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടും അന്തരീക്ഷവും നന്നാക്കാൻ അത് സഹായകമായി തീരുമെന്നതും, നല്ല വീട് കെട്ടിപ്പടുത്താൻ, നല്ല ഉസ്റയെ നമുക്ക് കെട്ടിപ്പടുത്താൻ അതിലൂടെ സാധിക്കുന്നതും, ഉസ്റ കുടുംബം നന്നായി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം ആസകലം നന്നാകുന്നതുമാണ് എന്നതിലേക്ക് തെളിവായിട്ടാണ് മദീന ഇമാം ഇത്തരം കാര്യങ്ങൾ പറയാൻ കാരണം. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതായ കൽപ്പനകളിൽ പെട്ടതാണ് നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങളുടെ അഭിമാനത്തെ സംരക്ഷിക്കാനുള്ളതായ ശിക്ഷണം അവർക്ക് നൽകണം. അവരിഷ്ടമില്ലാത്തവരെ അവര് വീട്ടിൽ കടത്താൻ വേണ്ടി വിടരുത്. അഥവാ ഭർത്താക്കന്മാർക്ക് ഇഷ്ടമില്ലാത്തവരെ നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളുടെ വീട്ടിൽ കടത്താൻ വിടരുത്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പനയിൽപ്പെട്ടതായിരുന്നു അറഫയിൽ പ്രസംഗിച്ചതായ പ്രസംഗത്തിൽ. അതെ, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തെ നന്നാക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ഭാഗത്തിൽപ്പെട്ടതാണ് എന്നതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മുടെ വീട് നന്നാക്കുക, നമ്മുടെ പരിസരം നന്നാക്കുക, നമ്മുടെ കുട്ടികളെ നന്നാക്കുക, നമ്മുടെ കുട്ടികൾക്ക് നൽകേണ്ടതായ ശിക്ഷണം നല്ല ശിക്ഷണമായി മാറുക. നാം അവരോട് മക്ക ഇമാമും മദീന ഇമാമും പറഞ്ഞതായ നമസ്കാരത്തെ ചെറുപ്പത്തിലെ ട്രെയിനിങ് നൽകുക. അപ്രകാരം തന്നെ അവർക്ക് ആദർശപരമായ ക്ലിയറിംഗ് അവർക്ക് ചെറുപ്പത്തിലെ നൽകുക. ഇതൊക്കെ അവരെ നന്നാക്കിയെടുക്കുവാൻ, നമ്മുടെ വീട് നന്നാക്കിയെടുക്കുവാൻ അനിവാര്യമായ ഭാഗമാണ്. അതേസമയത്ത് നാം അതിന്റെ നേരെ വിപരീതമാണ് ജീവിക്കുന്നതെങ്കിൽ ചിലരൊക്കെ വീട്ടിൽ കാണൽ തന്നെ രാത്രി ഉറങ്ങുന്ന സന്ദർഭത്തിലേക്ക് മാത്രമായിരിക്കും. പകൽ മുഴുവൻ ചിലപ്പോഴൊക്കെ ഗൾഫിലേക്കൊക്കെ പോകുന്നവര് ഗൾഫിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ കുട്ടികളെ കുറിച്ചുള്ളതായ ശ്രദ്ധ അവർക്ക് വേണ്ടതുപോലെ ശ്രദ്ധിക്കാൻ സാധിക്കുന്നതല്ല. ആ സാധിക്കാതിരിക്കുമ്പോൾ തന്നെ അവരെന്ത് വേണ്ടി വരും? അതിനുള്ള മറ്റു മാധ്യമങ്ങൾ കണ്ടെത്തേണ്ടി വരും. എന്തുകൊണ്ട്? അല്ലാത്ത പക്ഷം അവർ കിട്ടുന്നത് കൊണ്ട് മതി, കിട്ടുന്ന സമ്പാദ്യം മതി എന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ വീട്ടിനെ സംരക്ഷിക്കാൻ വേണ്ടി, അവരുടെ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി നാട്ടിൽ കൂടുതലായിരിക്കും അവർക്ക് ഉത്തമമായ രീതി. കാരണം അവർക്ക് അവസാനം അവരുടെ വീട് തകർന്നു കഴിഞ്ഞാൽ അവരുടെ ഇഹലോകവും പരലോകവും നശിച്ചു പോകുന്നതായ അപകടത്തിലേക്ക് എത്തുമല്ലോ. അങ്ങനെയുള്ള അപകടം വന്നു പോകുമെന്ന് കാണുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളവര് നാട് വിടാതിരിക്കേണ്ടതും വീടുമായുള്ളതായ ബന്ധം ഒഴിവാക്കാതിരിക്കേണ്ടതും വീടുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയുള്ളതായ എല്ലാ മാധ്യമങ്ങൾ അവർ കൈകൊള്ളേണ്ടതുമാണ് എന്നതാണ് ഇത്തരണത്തിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നല്ല വീട് കെട്ടിപ്പടുത്തുക, നല്ല കുടുംബം ഉണ്ടാക്കിയെടുക്കുക എന്ന ആ ബാധ്യത ഓരോ വ്യക്തികളും നിർവഹിച്ചു കഴിഞ്ഞാൽ നല്ല കുടുംബങ്ങൾ ഉള്ളതായ വീടുകൾ വ്യാപകമാകുന്നു. അപ്പോൾ ആ വീടുകളെല്ലാം ഉള്ളതായ ഏരിയ ആസകലം എന്താകുന്നു? നല്ലവരായി മാറുന്നു. അപ്പോൾ സമൂഹം ആസകലം നല്ലതായി മാറുന്നു എന്നതാണ് നാം ഇതിൽ നിന്നിട്ട് ഇതുവരെ സംസാരിച്ചിട്ട് മനസ്സിലാക്കിയത്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നാം ശ്രദ്ധിക്കുന്ന സന്ദർഭത്തിൽ ഇതിനൊക്കെ തെളിവായിട്ട് നമ്മുടെ നേതാവായ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതായ നാടായ ഈ വിശുദ്ധ മദീനയിൽ അന്ത്യവിഷമം കൊള്ളുന്നവരായ നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നമുക്ക് മാതൃകയുണ്ട്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ. പരലോകത്തിനെയും അള്ളാഹുവിനെയും ആഗ്രഹിക്കുന്ന, പരലോകമോക്ഷം ആഗ്രഹിക്കുന്ന ആർക്ക് ആഗ്രഹമുണ്ടോ, ആർക്ക് അള്ളാഹുവിന്റെ ശിക്ഷ
വേണ്ട എന്ന ആഗ്രഹമുണ്ടോ? ആർക്ക് പരലോകമോക്ഷം വേണമെന്ന ആഗ്രഹമുണ്ടോ? അങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ മാതൃക കൈകൊള്ളട്ടെ. അങ്ങനെയുള്ള കൽപ്പന കൽപ്പിച്ചതായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു കൽപ്പിച്ചതായ ആ കൽപ്പന നടപ്പാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം, അവരുടെ കുടുംബ ജീവിതം, അവരെങ്ങനെയായിരുന്നു അവരുടെ ഭാര്യമാരുമായുള്ളതായ സമീപനം ഉണ്ടായത്, ആ ഭാര്യമാരോട് അവർ പെരുമാറിയതായ പെരുമാറ്റം, അവരുടെ കുടുംബ ജീവിതം എങ്ങനെയാണ് എന്നത് അത് പഠിക്കേണ്ടി വരും. അത് ചെറുപ്പത്തിലേ നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടി വരും. ഇതെല്ലാം നാം ചെയ്തു കഴിയുമ്പോഴാണ് നമുക്ക് നല്ല കുടുംബത്തെ വാർത്തെടുക്കാൻ സാധിക്കുക, നല്ല വീടിനെ നമുക്ക് കെട്ടിപ്പടുത്താൻ സാധിക്കുക. ആ രൂപത്തിൽ നല്ല രൂപത്തിലുള്ളതായ കുടുംബത്തെ കെട്ടിപ്പടുത്താനുള്ളതായ ചുറ്റുപാടും അന്തരീക്ഷവും നമുക്ക് അല്ലാഹു ഉണ്ടാക്കി തരട്ടെ. അതിന് അനിവാര്യമായ വിജ്ഞാനം നേടിയെടുക്കാനുള്ളതായ ചുറ്റുപാടും അന്തരീക്ഷവും നമുക്ക് അല്ലാഹു ഉണ്ടാക്കി തരട്ടെ. നമ്മുടെ കുട്ടികളെയും സന്താനങ്ങളെയും ഇസ്ലാമീകരിക്കാനുള്ളതായ എല്ലാ സൗകര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തരുമാറാകട്ടെ. നമ്മുടെ സന്താനങ്ങളെ സാലിഹ്യങ്ങളായ സന്താനങ്ങളാക്കി മാറ്റട്ടെ. നമുക്ക് വേണ്ടി നമ്മുടെ മരണശേഷം പ്രാർത്ഥിക്കുന്നവരാക്കി അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.